ഇന്നിപ്പോൾ നമ്മളുള്ളത് കൊട്ടാരക്കരയുള്ള കാർ ആൻഡ് ബൈക്കിന്റെ ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഉണ്ണി ദാണ്ട് അവിടെ നിൽപ്പുണ്ട്. ഉണ്ണിയുടെ കൂടെ ഒരു സ്വിഫ്റ്റ് നമ്മൾ കിടന്നുകൊണ്ട് കാണാം. അപ്പോൾ ഉണ്ണി ഈ ഒരു സ്വിഫ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഉണ്ണി. ഇത് 2025 സ്വിഫ്റ്റ് ZX ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടിക്കകത്ത് ഒരു ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 795 ആണ്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് നമുക്ക് എത്ര നാളത്തെ കിട്ടുമായിരിക്കും? ഫിനാൻസ് ഏകദേശം 7 വർഷം വരെ ഫിനാൻസ് കിട്ടും. മാക്സിമം ഫണ്ടിങ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഡൗൺ പേയ്മെന്റ് എന്തോ വേണ്ടി വരും? വേണമെങ്കിൽ നല്ല പ്രൊഫൈൽ നമുക്ക് 0 തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇത് വേരിയന്റ് വരുന്നത് ZX വരുമ്പോഴേക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അലോയ് വീല് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ കീലെസ് എൻട്രി ഓപ്ഷൻ ഈ ഒരു വേരിയന്റിൽ നമുക്ക് വരുന്നുണ്ട്. ഏറ്റവും റിയർ പ്രൊഫൈലിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ റിയർ വൈപ്പറും ഡിഫോഗർ ലൈനും പാഴ്സൽ ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. KL 53 രജിസ്ട്രേഷൻ. റിയർ സെൻസർ നൽകിയിട്ടുള്ളതാണ്. ചെറിയ ഫിലിമും കാര്യങ്ങളൊക്കെ വാഹനത്തിനുള്ളിൽ നൽകിയിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ കസ്റ്റമർ എക്സ്ട്രാ ചെയ്തേക്കുന്നതാണ്. അതുപോലെ 4 ഡോർ പവറിൻ്റെ മിറർ ഇലക്ട്രിക് കൺട്രോൾ ചെയ്യുക ഓപ്ഷനും സ്റ്റീറിംഗിൽ തന്നെ കൺട്രോൾസ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത്. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വരുന്നത് കമ്പനിയിൽ തന്നെ വരുന്നതാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുമാണ് വാഹനത്തിൽ നൽകിയത്. ഫ്രണ്ട് 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വാഹനത്തിൽ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന ഒരു വാഹനമാണ്. റിയർ സീറ്റോട് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് റിയർ AC വെൻ്റെ കാര്യങ്ങളും നമുക്ക് കിട്ടില്ല. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൂടി റിയർ പോർഷനിലും വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ട് കിടക്കുന്ന വാഹനമാണ്. ഒരുപാട് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് താഴെ കാണിച്ച നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.